മാസപ്പടി കേസിൽ SFI പിടിച്ചെടുത്ത രേഖകൾ ഇഡിക്ക് ഉടൻ കൈമാറില്ല. 25,000-ലധികം പേജുകൾ അനുബന്ധ രേഖകളായി ഉണ്ടെന്നും ഉടൻ കൈമാറാൻ ബുദ്ധിമുട്ടാണെന്നും വിചാരണ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചു. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, 25,000 പേജ് കോപ്പിയെടുക്കാൻ കഴിയില്ല എന്നാണോ പറയുന്നത്? അജിൻസ്, ഈ മാസപ്പടി കേസിൽ SFIO സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് നേരത്തെ തന്നെ ഇഡിക്ക് കൈമാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പിടിച്ചെടുത്ത അനുബന്ധ രേഖകളും തെളിവുകളും ഡയറികളും ഒക്കെ തന്നെ കൈമാറണമെന്ന് ഇഡി ആവശ്യപ്പെടുന്നത്. ഇതിലാണ് ഇപ്പോൾ പറ്റില്ല എന്നൊരു മറുപടി കോടതി നൽകുന്നത്. അതായത് 54 ബുക്കുകളായി 25,000-ലധികം പേജുകളാണ് ഈ പകർപ്പ് നൽകേണ്ടത്. ഇത്തരത്തിൽ പകർപ്പെടുത്ത് നൽകാൻ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നൽകാനുള്ള ഒരു സൗകര്യം കോടതിയിലില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ അപേക്ഷ ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് കോടതി. അപ്പോൾ ഈ ഇഡി അതിന് മറുപടി നൽകിയിരിക്കുന്നത്, ഇഡി ഉടൻ തന്നെ മറുപടി നൽകിയിരിക്കുന്നത് ഈ യന്ത്രവും, ഈ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുള്ള യന്ത്രവും അതിനുവേണ്ട ജീവനക്കാരെയും തങ്ങൾ തരാം എന്ന് ഇഡി ഈ കോടതി അറിയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നാണ് കോടതി മറുപടി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ രേഖകൾ കൈമാറാൻ വൈകുന്നതോടുകൂടി തന്നെ ഇഡി ഈ കേസിലുള്ള അന്വേഷണവും വൈകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ മൊഴിയുടെ കൂടുതൽ പകർപ്പുകൾ അടക്കമുള്ള രേഖകൾ അത് കിട്ടാൻ ഇഡിക്ക് താമസമെടുക്കും. ഇനി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനാണ് നിലവിൽ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. സ്റ്റാഫിനെയും അല്ലെങ്കിൽ യന്ത്രവും തങ്ങൾ കൈമാറാം, ഇതിന് ആവശ്യമായുള്ള ചെലവ് മുഴുവൻ തങ്ങൾ വഹിക്കാമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലേക്ക് പോകാനാണ് നിലവിൽ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. അജിൻസ്, ശരി നിതിൻ.